എല്ലാവർക്കും നമസ്കാരം. ഈരാറ്റുപേട്ടയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു അഖില കേരള വടംവലി മത്സരം ഈ ഓണത്തോടനുബന്ധിച്ച് ടീം റെസ്ക്യൂ ഫോഴ്സ് ഈരാറ്റുപേട്ട നടത്തപ്പെടുകയാണ്. ഈ മാസം 31-ാം തീയതി, അതായത് അടുത്ത ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് PTMS ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ വടംവലി മത്സരം നടക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള പ്രഗത്ഭരായ എല്ലാ ടീമുകളും പങ്കെടുക്കുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MLA ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അവരുകളാണ്. അതേപോലെ തന്നെ ആ പരിപാടി അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ശ്രീമതി സുഹറ അബ്ദുൽ ഖാദർ അവരുകളാണ്. ഈ പരിപാടിയുടെ രണ്ട് പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, ഈരാറ്റുപേട്ടയിൽ ചരിത്രത്തിൽ ആദ്യമായി സ്റ്റേറ്റ് വടംവലി മത്സരം നടക്കുന്നു എന്നുള്ളത്. മറ്റൊന്ന്, 250 മണിക്കൂർ തുടർച്ചയായി വിമാനമോടിച്ച റംസാന എന്ന് പറയുന്ന ആലുവാക്കാരിയായ ഒരു പെൺകുട്ടി, അതേപോലെ തന്നെ നിരവധി മാധ്യമ അവാർഡുകൾ നേടിയ നമ്മുടെ മിന മറിയം നവാസ് എന്ന് പറയുന്ന ഏകദേശം 3 സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ 30ഓളം അവാർഡ് വാങ്ങിയ ഒരു പെൺകുട്ടിയാണ്. ആ കുഞ്ഞിനെ നമ്മൾ അവിടെ ആദരിക്കുന്നുണ്ട്. അപ്പൊ ഈ പരിപാടി എന്ന് പറയുന്നത് എത്ര ആളുകൾ വന്നാലും മഴ നനയാതെ അവർക്ക് കളി കാണാനുള്ള അവസരം നമ്മൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ പങ്കെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുള്ള ആളുകളെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മണിക്കൽ കോംപ്ലക്സ് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കുതിരയുടെ ഒക്കെ അകമ്പടിയോടുകൂടി നമ്മുടെ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരുന്നു. പിന്നെ പരിപാടികൾ ആരംഭിക്കും. പരിപാടി ഞാൻ പറഞ്ഞല്ലോ, ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ പരിപാടികൾക്ക് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയില്ല ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഇപ്പൊ ഇവിടെ വിളിച്ചു ചേർത്തത്. അപ്പൊ ഓണാഘോഷം വിവിധ മേഖല നടക്കുന്നുവെങ്കിൽ പോലും ഇത്ര ബൃഹത്തായ ഒരു ഓണാഘോഷ പരിപാടി ഒരുപക്ഷെ ഈ ജില്ലയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ ഈ പരിപാടിക്ക് വേണ്ടി മുഴുവൻ ആളുകളെ ഞങ്ങൾ ഈരാറ്റുപേട്ട PTMS ഓഡിറ്റോറിയത്തിൽ സ്വാഗതം ചെയ്യുന്നു. അവിടെ പ്രതികൂലമായ കാലാവസ്ഥയെ തരണം ചെയ്യാൻ ആവശ്യമായ പന്തലും കൊട്ടുകളുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കുന്ന വടംവലി മത്സരം ഏകദേശം 12 മണി വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പരിപാടിക്ക് മുഴുവൻ ആളുകളെയും റെസ്ക്യൂ ഫോഴ്സിന് വേണ്ടി ക്ഷണിക്കുക. ഈ പരിപാടിയുടെ പിന്നെ മറ്റൊരു ഉദ്ദേശം കൂടെയുള്ളത്, ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു റെസ്ക്യൂ വാഹനമുണ്ട്. ആ റെസ്ക്യൂ വാഹനം മല കയറുന്ന കാര്യത്തിൽ അല്പം അത്ര കണ്ടീഷനില്ല. അതുകൊണ്ട് നല്ല ഒരു റെസ്ക്യൂ വാഹനം വാങ്ങുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ ഓണാഘോഷ പരിപാടി ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സന്തോഷപൂർവ്വം അറിയിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി മുഴുവൻ ജനങ്ങളെയും ഈരാറ്റുപേട്ട PTMSലേക്ക് ഈ മാസം 31-ാം തീയതി സാദരം ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുന്ന റംസാന എന്ന് പറയുന്ന പെൺകുട്ടി ആലുവാക്കാരിയാണ്. 250 മണിക്കൂർ തുടർച്ചയായി വിമാനം ഓടിച്ച് റെക്കോർഡ് സൃഷ്ടിച്ച പെൺകുട്ടി പരിപാടിക്ക് വേണ്ടി എത്തിച്ചേർന്നുള്ള ഒരു കാര്യം കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നമസ്കാരം. സന്നദ്ധ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. അതേക്കുറിച്ച്, അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ്? അത് നമുക്ക് കേൾവി മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ടീം റെസ്ക്യൂ തയ്യാറല്ല. പഠിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് സേവനം ചെയ്യുന്നതിന് ഫണ്ടുകൾ ഒരുപാട് നിങ്ങളുടെ ചെലവുകൾ ഒരുപാടുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാ സോഴ്സ് കണ്ടെത്തുന്നത്? ഞങ്ങള് പബ്ലിക് കോണ്ടാക്ടിലൂടെ, എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, 50 വർഷമായിട്ട് സോഷ്യൽ വർക്കുള്ള ആളാണ്. 65 പിതാവ് മരിച്ചു 65 കുടുംബങ്ങൾ ഉൾപ്പെടെ ഏകദേശം 12ഓളം കിഡ്നി ക്യാൻസർ പേഷ്യന്റ് ഉൾപ്പെടെ ആളുകളെ കഴിഞ്ഞ 7 വർഷമായിട്ട് പരിചരിക്കുന്ന സാമ്പത്തികമായി സഹായം ചെയ്യുന്ന ഒരാളാണ്. അതിന്റെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് എന്നിൽ അർപ്പിച്ച വിശ്വാസം. ആ വിശ്വാസത്തിന് വേണ്ടി ഞാൻ ടീം റെസ്ക്യൂ വന്നപ്പോൾ ധാരാളമായ ആളുകൾ പൈസ തരുന്നുണ്ട്. അതിന് കൃത്യമായ കണക്കും പേരും കാര്യങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷവും ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളുടെ സേവന പരിപാടികൾ തുടരും. നിങ്ങൾ കണ്ടല്ലോ, ബുക്കും കൂടെയും പഠനോപകരണം ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്ന എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഞങ്ങളുടെ വിദ്യാഭ്യാസ അവാർഡ് എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇപ്പൊ ഈ വടംവലിയൂടെ കാണാൻ പോവുക. അപ്പൊ ഇതിനകത്ത് നമുക്ക് കുറെ ഫണ്ട് നമ്മൾ കളക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ആളുകൾ അതിനകത്ത് സഹായിക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. എന്തായിരുന്നാലും ശരി, 50 വർഷത്തെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ സേവനത്തിലൂടെ മാത്രം മുൻപോട്ട് വന്ന ഒരാളാണ്. അപ്പൊ ഈ ടീം റെസ്ക്യൂ 50 ചെറുപ്പക്കാർ കൂടെ എന്റെ കൂടെ കൂടിയിരിക്കുക. ഇവരിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്, അവർക്ക് എന്നിൽ ആത്മവിശ്വാസമുണ്ട്. ജനങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ പൈസ തരും. ഒരു നയാ പൈസയുടെ മിസ്യൂസ് ഈ കാലം അത്രയും എന്റെ ജീവിതത്തിലോ എന്റെ പ്രവർത്തനത്തിലോ ഒരാൾ ആരോപിക്കാത്ത ഒരു പൊതുപ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ ടീം റെസ്ക്യൂവിന്റെ പ്രവർത്തകരുടെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു, ഡിസ്കസ് ചെയ്തു. പൈസയുടെ കാര്യം എനിക്ക് ഭയമില്ല. ആരോട് ചോദിച്ചാലും 100 രൂപ ചോദിച്ചാൽ 200 രൂപ തരും. ഇപ്പൊ ഒരു 5000, 10000 ആ രീതിയിലുള്ള ഫണ്ട് കളക്ഷൻ നമുക്ക് വന്നുകൊണ്ടിരിക്കുക. ഇതൊന്നും ഭീഷണിപ്പെടുത്തിയുള്ള പൈസയല്ല. ആളുകൾ സ്നേഹം കൊണ്ട് വിശ്വാസം കൊണ്ട് തരുന്ന പൈസകളാണ് കിട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ
ഞങ്ങൾക്ക് പൈസ വരും, കൃത്യം കണക്കുണ്ട്, പേരുണ്ട്, കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിന് മാത്രമേ, ഞാൻ ഇപ്പൊ ഹരിതത്തിന്റെ ചെയർമാനാണ്. ഹരിതത്തിന്റെ ആംബുലൻസ് അതിന്റെ കണക്കും കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് നമുക്കറിയാം, ജനങ്ങൾക്കും അറിയാം. പിന്നെ ഹരിതത്തിന്റെ ആംബുലൻസ് വളരെ കൃത്യമായി അതിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞതുപോലെ ടീം റെസ്ക്യൂ, എവിടെ അപകടമുണ്ടോ അവിടെ ഞങ്ങളുണ്ട്, എവിടെ മരണമുണ്ടോ അവിടെ ഞങ്ങളുണ്ട്, എവിടെ ഭക്ഷണം വേണ്ട ആവശ്യമായി വരുന്ന അവിടെ ഞങ്ങളുണ്ട്, എവിടെ ചികിത്സ വേണം അവിടെ ഞങ്ങളുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്കുള്ള വിശ്വാസം, 50 വർഷത്തെ പൊതുജീവിതം തുറന്ന പുസ്തകം, എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ ഈ 50 ചെറുപ്പക്കാർക്കൂടെ കൂടി ഇതിനകത്ത് അവരും കൂടെ ഇൻവോൾവ്മെന്റ് ആയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു ആത്മധൈര്യം ഉണ്ടായ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഞങ്ങള് കൃത്യമായ കണക്കുണ്ട്, പേരുണ്ട്, കാര്യങ്ങളുണ്ട്. മടിയിൽ പൈസ വെക്കുന്ന ഒരു ഏർപ്പാടില്ല. ഈ പരിപാടി തന്നെ 2 ലക്ഷം രൂപ നമ്മൾ മുതൽ മുടക്കിയ ഈ വടംവലി മത്സരം വെക്കുന്നത്. അതിനകത്ത് ഞങ്ങൾ ഒരുപാട് പൈസ ലാഭം കിട്ടുന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ആ പ്രതീക്ഷ ഒരിക്കലും അസ്ഥാനത്താകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. സേവന പ്രവർത്തനങ്ങൾക്ക് ഫീസ് വാങ്ങാനുണ്ടോ? സേവനം ഫീസ് വാങ്ങിയ ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്റെ സേവനമല്ല, അവര് ശമ്പളം വാങ്ങിച്ചിട്ട് ജോലി ചെയ്യുന്ന. നമ്മൾ അങ്ങനെയല്ല, പൂർണ്ണമായിട്ടും സോഷ്യൽ വർക്കാണ്, സേവനം മാത്രമാണ്. ആ സേവനത്തിൽ നമ്മൾ ഒരു തരത്തിലുള്ള സാമ്പത്തിക ആനുകൂല്യം മേടിക്കത്തില്ല. അങ്ങനെ മേടിച്ചു കഴിയാൻ ആരെങ്കിലും മേടിച്ച് നമ്മളെ ശ്രദ്ധപ്പെടുകയാണ്, നമ്മൾ അവരെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ആളുകളായിട്ട് മുമ്പോട്ട് പോകും. നമസ്കാരം, ഞാൻ ടീം റെസ്ക്യൂ ഫോഴ്സിന്റെ പ്രസിഡന്റാണ്. എൻ്റെ പേര് നൗഷാദ് വെള്ളൂപ്പറമ്പിൽ. നമുക്കൊരു ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഏത് സാഹചര്യത്തിലും നമ്മൾ അറിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ ഓടിയെത്തി എന്താണോ അവർക്ക് സഹായം ആവശ്യമെങ്കിൽ അത് അപ്പോൾ തന്നെ നമ്മളെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ വാഹനത്തിൽ, എനിക്ക് വാഹനമുണ്ട്, എൻ്റെ വാഹനത്തിൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഡീസൽ അടിച്ച് ഒരു ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടുന്നോ അപ്പം തന്നെ അവിടെ പോയി നമ്മൾ എന്താണോ നമുക്ക് അവർക്ക് എന്ത് സഹായമാണോ അവർക്ക് ആവശ്യം അത് നമ്മൾ ചെയ്തു കൊടുക്കും. ഒരു വീട്ടിലേക്കൊരു മരം, ഒരു കാറ്റത്തൊരു മരം ഒടിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചെയ്യേണ്ട കുറെ ആൾക്കാരുണ്ട്. മിഷൻ വാൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള ആളുണ്ട്. അവരെയും കൂട്ടി നമ്മൾ അപ്പോൾ തന്നെ പോയി ആ മരം അവർക്ക് വെട്ടിമാറ്റി ക്ലിയർ ആക്കി നമ്മൾ കൊടുക്കുന്നതാണ്. അതുപോലെ ഒരു വാഹനാപകടം ഉണ്ടായെന്ന് കേട്ടാൽ നമ്മൾ ഉടൻ തന്നെ നമ്മൾ അവിടെ എത്തി നമ്മൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. അതുപോലെ നമുക്കൊരു വീട്ടിലൊരു പാമ്പിന്റെ ശല്യം ഉണ്ടായെന്ന് കേട്ടാൽ നമ്മൾ ഫോറസ്റ്റിന്റെ ലൈസൻസ് ഉള്ളവർ, ഞങ്ങൾ 3ഓളം പ്രവർത്തകരുണ്ട്. ഏത് രാത്രിയിലും പകലും 24 hours ഞങ്ങൾ ഓൺലൈനിൽ ആളുള്ളതാണ്. വിളിച്ചു പറഞ്ഞാൽ അപ്പം തന്നെ പോയി ആ പാമ്പിനെ നമ്മൾ പിടിച്ച് റെസ്ക്യൂ ചെയ്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കറക്റ്റായിട്ട് കൈമാറുന്നതാണ്. അതുപോലെ ഏതൊരാവശ്യത്തിനും, ഒരു വെള്ളത്തിൽ ഒരു അപകടം ഉണ്ടായെന്ന് കേട്ടാൽ നമ്മൾ അറിഞ്ഞാൽ ആ ഉടൻ തന്നെ നമ്മൾ വെള്ളത്തിൽ ഒരു 3-4 വർഷമായിട്ട് ശരിക്കും വെള്ളത്തിൽ ട്രെയിനിങ് എടുത്ത ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുമായിട്ട് അപ്പോൾ തന്നെ അവിടെ ചെന്ന് നമുക്ക് ആ ബോഡി കണ്ടെടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ അവിടെ വരാറുള്ളൂ. എത്ര ദിവസം അതിന് കഷ്ടപ്പെട്ടാലും ശരി നമ്മൾ ആ ഒരു ഇത് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ തിരിച്ചവിടുന്ന് വരാറുള്ളൂ. ഇന്നലെയും എനിക്കൊരു കോൾ വന്നായിരുന്നു. പിന്നെ പത്തനംതിട്ട 2 പിള്ളേർ വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞ് എനിക്ക് അവിടെയുള്ള ഒരാളാണ് എന്നെ വിളിച്ച് അറിയിച്ചത്. അപ്പോൾ തന്നെ ഞാൻ നന്മക്കൂട്ടത്തിന്റെ പ്രവർത്തകരെ വിളിച്ചറിയിച്ചു, എമർജൻസിനെയും വിളിച്ചറിയിച്ചു. ഞങ്ങൾക്ക് പോകാൻ നമ്മുടെ കയ്യിൽ ആൾക്കാർ അവിടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോയവരാണ് 5-6 പേരും. ഞങ്ങൾക്ക് ആള് കുറവായതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ തന്നെ ഇവരെ വിളിച്ചറിയിച്ചു. അപ്പോൾ തന്നെ ഞാൻ അതിന്റെ വേണ്ടപ്പെട്ട അധികാരി ആളെ അറിയിച്ചു. അവരപ്പം തന്നെ ഇവിടുന്ന് പോയപ്പോൾ ഒരാളുടെ ബോഡി കിട്ടി. ഞങ്ങൾ എന്നാൽ പിറ്റ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചായിരുന്നു. ഒരാളെ കിട്ടിയിട്ടുള്ളൂ, ഒരാളെ കൂടെ കിട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നന്മക്കൂട്ടക്കാർ ഇവിടുന്ന് രാത്രി തന്നെ ഇവിടെ പോവുകയും ചെയ്തു. അവിടെ പോയി ഒരാളുടെ ബോഡി കണ്ടെടുത്തു. പിറ്റേ ദിവസം വിളിച്ചപ്പം പിറ്റേ ദിവസം ഇന്നും രാവിലെ ഒരാളുടെ ബോഡി അവർ കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തൊരാവശ്യത്തിന് ഞങ്ങളെ വിളിച്ചാലും ഞങ്ങൾ ഓടി എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മെയിനായിട്ട് പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് തന്നെ ആഗസ്റ്റ് 31 നടക്കുന്ന അഖില കേരള വടംവലിയെക്കുറിച്ച് എല്ലാവരും അറിയിക്കുകയും എല്ലാവരും ക്ഷണിക്കാനും കൂടെയാണ് ഞങ്ങളിന്ന് മെയിനായിട്ട് പത്രസമ്മേളനം നടത്തുന്നത്. ഇത് ഞങ്ങളുടെ ഉദ്ദേശം തന്നെ പാവപ്പെട്ടവനെ സഹായിക്കുക, ആരോടും ഒരു പ്രതിഫലവും മേടിക്കാതെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഒരു വീട്ടിലിപ്പം പാമ്പ് കയറിയാൽ ആ വീട്ടിലെ പോയി അവർ വിളിച്ച ഉടനെ പോയി അവരെ സമീപിച്ച് പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് ഫോറസ്റ്റിലേപ്പിക്കുക. ഒരു വീടിൻ്റെ മുകളിൽ മരം ഒടിഞ്ഞു വീണാൽ അവിടെ പോയി മരങ്ങൾ വെട്ടി ഞങ്ങളെ റിസ്കിൽ തന്നെ വെട്ടിമാറ്റുകയും ഇവിടുന്ന് ഒരു പ്രതിഫലം പോലും മേടിക്കാതെ തന്നെ ഞങ്ങൾ പ്രവർത്തകർ തിരിച്ചു വരികയും ചെയ്യുന്നത്. പരിപാടിക്ക് എല്ലാവരും PTMS ഓഡിറ്റോറിയത്തിൽ 5-ാം തീയതി 31-ാം തീയതി 5 മണിക്ക് തുടങ്ങുന്ന വടംവലി മത്സരത്തിൽ എല്ലാവരും വരണം. സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.